അപ്പോൾ ഞാൻ 3 തെളിവുകൾ തന്നു. ഈ പറഞ്ഞ ഗസ്റ്ററിന് ഐ ലവ് യു എന്ന് മാത്രമല്ല മീനിങ്, ഈ ഗസ്റ്ററിന് ഒന്നിലധികം മീനിങ്ങുകളുണ്ട്. ഇന്ന് പോപ്പുലർ കൾച്ചറിൽ ഈ ഗസ്റ്റർ ഒരു സൈത്താനിക് ഗസ്റ്ററായിട്ട് തന്നെ കണക്കാക്കുന്നു. നമ്മുടെ കുട്ടികളൊക്കെ ഇത്തരം സയൻസ് കാണിക്കരുത് എന്ന ഒരു സന്ദേശം കൊടുക്കാനാണ് കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്തതിനൊക്കെ ഇടപെടുന്നത്? ഇത് അവയർനെസ്സാണ്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ സൈത്താനിക് ഹോൺ കാണിക്കുന്നവരുണ്ട്. സൈത്താനിക് ഹോൺ സ്റ്റേജിൽ കാണിച്ച പാസ്റ്ററെ എനിക്കറിയാം. മെഗാ ചർച്ചിൻ്റെ പാസ്റ്റർ, അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ആളുകളെ അനുഗ്രഹിക്കാൻ സൈത്താനിക് ഹോൺ കാണിച്ചു. അദ്ദേഹം ഓർത്ത് ഇത് ഇപ്പോൾ ഈ ജെൻ സി കാണിക്കുന്നൊരു സൈനല്ലേ, അപ്പോൾ നമ്മുടെ വിശ്വാസികൾ ഓർത്തോട്ട് മധ്യവയസ്കനായ പാസ്റ്ററും ജെൻ സി ആണെന്ന് ഓർത്തുകൊണ്ട് കാണിച്ചതാണ്. അപ്പം ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് ഈ പല ആളുകൾക്കും ഇതിൻ്റെ ഒന്നും അർത്ഥം അറിയത്തില്ല. ഈ പറഞ്ഞ പോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇത് ഐ ലവ് യു കേട്ടോ, ഞാനും ഐ ലവ് യു കാണിക്കാമെന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് നമ്മുടെ ആളുകൾ ഇത് കൈവക്കി കാണിക്കും. അങ്ങനെയുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, ഇതിന് ഐ ലവ് യു എന്ന് മാത്രമല്ല അർത്ഥം, ഇതിനപ്പുറവും അർത്ഥമുണ്ട്. നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കാം, യാതൊരു കുഴപ്പമില്ല. ചിലർ എന്നോട് ചോദിച്ചു, നിന്നെ വിളിച്ച വിളി മാത്രം ചെയ്താൽ പോരെ, എന്നെ വിളിച്ച വിളിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ദൈവമക്കൾക്ക് തെറ്റുവരാതെ അവരെ ഉപദേശിക്കാൻ ദൈവദാസൻ സമർത്ഥനായിരിക്കണം. വേദപുസ്തകം മാത്രം പഠിപ്പിക്കുന്നതല്ല ദൈവദാസൻ്റെ ഉത്തരവാദിത്വം. ചുറ്റുമെന്താ നടക്കുന്നത്, ഇതിൽ പോയി നീ വീഴല്ലെന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം ദൈവദാസൻ എന്ന നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ചർച്ചയിൽ പ്രസംഗിക്കും, നിങ്ങളിടുന്ന ടീഷർട്ട് അതിലുള്ള പിക്ചർ എന്താണെന്ന് നോക്കണം. ഇന്നത്തെ കാലത്ത് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന പല ടീഷർട്ടിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾക്ക് സൈത്താനികമായ മീനിങ് ഉണ്ട്. ഒരിക്കൽ ഞങ്ങളുടെ ചർച്ചിൽ ഒരു കൊച്ചുകുട്ടി ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നു. ഐ എം എ ലിറ്റിൽ ഡമൺ എന്നായിരുന്നു ടീഷർട്ടിൽ എഴുതിയിരുന്നത്. ഞാൻ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ വിളിച്ച് വഴക്ക് പറഞ്ഞു. കാരണം നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഇടുന്ന ടീഷർട്ട് ഐ എം എ ലിറ്റിൽ ഡമൺ എന്നുള്ള ടീഷർട്ടിലുള്ള കുഞ്ഞിൻ്റെ മേൽ പിശാചിൻ്റെ അവകാശം ഉണ്ടാകും. അതൊക്കെ ഒരു പക്ഷേ ഈ സെക്കുലർ ബുദ്ധി തലേക്കേറിയവർക്ക്, ഗൂഗിൾ ബുദ്ധി തലേക്കേറിയവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരായ ഞങ്ങൾക്കറിയാം, വചനം പഠിപ്പിക്കുന്നവർക്കറിയാം. അപ്പോൾ ഇത് സഭാജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലേ? അതോ പിന്നെ ഈ പറഞ്ഞ വികാരജീവികളായിട്ട് എല്ലാത്തിനും സ്തോത്രവും ഗ്ലോറിയും പറഞ്ഞ് എറിക്കാക്കിർക്ക് ഇത്രയും നല്ലൊരു ധീര വനിതയല്ലേ, അവരെ കുറ്റം പറയാമോ എന്ന് പറഞ്ഞ് മാറി നിൽക്കണോ? അവർ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ഗസ്റ്റേഴ്സ് മറ്റുള്ളവർ ഫോളോ ചെയ്യും. അങ്ങനെ അബദ്ധം പറ്റരുതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യതമാണ്. അത് നമുക്കിപ്പോൾ ഒരാളോട് ഇഷ്ടപ്പെട്ടു, സ്നേഹമുണ്ടെന്ന് കണ്ട് ഈ അന്ധമായിട്ട് ഒന്നിനെയും നമ്മൾ പിന്തുണയ്ക്കരുത്. അത് അപകടമാണ്. അത് ഇന്നത്തെ ഒരു പ്രശ്നം അതാകട്ടോ. ആളുകൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അന്ധമായിട്ട് ഒരു അടിമയെ പോലെ അങ്ങ് സപ്പോർട്ട് ചെയ്യും. ഞാൻ ആർക്കും അടിമയല്ല, നിങ്ങൾക്ക് അടിമയാകാം, അത് നിങ്ങളുടെ ചോയ്സ്. പക്ഷേ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, ഇത്തരം കാര്യങ്ങൾ ദൈവമക്കളോട് പറഞ്ഞു കൊടുക്കുക എന്ന ഉത്തരവാദിത്വമുണ്ട്. അപ്പം ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. അതായത് ഈ ഐ ലവ് യു സൈൻ ഇന്ന് പോപ്പുലർ കൾച്ചറിൽ ഐ ലവ് യു സൈനായിട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത്. അതായത് ഇതിന് മറ്റ് പല മീനിങ്ങുമുണ്ട്. സൈത്താനിസ്റ്റുകളുടെ ഇടയിൽ ഇത് പോപ്പുലറാണ്. അവരുടെ കൺസേർട്ടുകളിൽ അവർ വിരൽ മടക്കി പിടിച്ചു മാത്രമല്ല, വിരൽ നൂർത്തു പിടിച്ചു അവർ കാണിക്കുന്നു. കാരണം സൈത്താൻ എപ്പോഴും തനിക്ക് ഗ്ലോറി കിട്ടുന്ന ഒരവസരവും പാഴാക്കത്തില്ല. ഇവിടെ ചാർലി ക്രിക്കിൻ്റെ മരണാനന്തര സർവീസിലും സൈത്താൻ അവസരം മുതലെടുത്തു. ഇടയ്ക്ക് കാണിച്ചത് ഐ ലവ് യു ആണ്. അങ്ങനെ തന്നെ അവർ കാണിച്ചതങ്ങ് വെച്ചു. മറ്റതൊന്നും അവർ കാണിക്കുന്നത് ഞാൻ പറയത്തില്ല. അവർ സൈത്താനിസ്റ്റാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ അവർ കാണിച്ച ഗസ്റ്ററിനെ സൈത്താൻ തൻ്റേതാക്കി മാറ്റി ലോകം മുഴുവൻ ക്രെഡിറ്റ് എടുത്തു, ഹൈജാക്ക് ചെയ്തു. ഇതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് കിട്ടേണ്ട മഹത്വം അവൻ പിടിച്ചെടുത്തെന്നർത്ഥം. വിവാദമാക്കിയില്ലേ? ചെറിയ വിവാദമാണോ? ഞാൻ പറഞ്ഞല്ലോ, പോപ്പിനെതിരെ പോലെ ഈ വിവാദമുണ്ടായി. പോപ്പിനെതിരെ തന്നെയല്ല, ഈ കഴിഞ്ഞിടയ്ക്ക് മറ്റ് പല ആളുകൾക്കെതിരെയും ഈ ഐ ലവ് യു സൈൻ കാണിച്ചിട്ട് അവർ കുടുങ്ങിയ വിവാദ വിഷയങ്ങൾ നെറ്റിൽ നിങ്ങൾക്ക് കിട്ടും. കൺഫ്യൂഷനായ വിഷയങ്ങൾ കിട്ടും. അതുകൊണ്ട് ഇത് ആരും പറയരുത് ഇത് ഐ ലവ് യു മാത്രമാണ്, ഇങ്ങനെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകുമെന്ന് ചിന്തിച്ചില്ല എന്നൊന്നും പറയരുത്. ഓൾറെഡി എല്ലാവർക്കും അറിയാം ഇതൊരു കൺഫ്യൂഷൻ സൈനാണ്. അവോയ്ഡ് ചെയ്യുക, അങ്ങനെയുള്ള സൈൻ അവോയ്ഡ് ചെയ്യുക. ഞാൻ അടുത്ത ക്ലിപ്പിൽ ഞാൻ പറയുന്നുണ്ട് വി ഫോർ വിക്ടറി പോലും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വി സൈൻ കാണിക്കത്തില്ലേ ഈ പറഞ്ഞ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ. ഞാൻ അതിനെപ്പോലും എതിർക്കുന്ന വ്യക്തിയാണ്. കാരണം അതിൻ്റെ പിന്നിലൊക്കെ സപ്ലിമിനലായിട്ടുള്ള മീനിങ് ഉണ്ട്. ഒരു ടീഷർട്ടിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകത്തിൽ മീനിങ് ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ആ ടീഷർട്ട് നിങ്ങൾ എടുക്കരുത്. ചിലത് ഭയങ്കര നെഗറ്റീവ് മീനിങ് ആണ്. റോണി ജെയിംസ് ഡിയോ ബ്ലാക്ക് സബത്തിൻ്റെ ഒരു പാട്ടുകാരനായിരുന്നു. ബ്ലാക്ക് സബത്ത് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പാട്ടുകാരനായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഔക്കൾട്ടുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകൾ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ, അവർ ഈ ഗസ്റ്റേഴ്സിനെ ഉപയോഗിക്കുന്നു. സൈത്താനിക് ഹോൺ എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ തള്ളവരൽ മടക്കിയ ആക്യുറസിയിലല്ല അവരൊന്നും ഇത് ഉപയോഗിക്കുന്നത്.
അവരെ ഏത് വിധത്തിലും സാത്താനെ പുകഴ്ത്താനുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നു. ഞാൻ ഈ സൈത്താൻ എന്ന് കൂടുതൽ പറയുന്നത് ഹിന്ദി കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾ പറയില്ലേ, ഈ സാധാരണ ഈ സൈത്താൻ എന്ന് ഉപയോഗിക്കുന്നത് മറ്റ് ചില മതക്കാരാണ്, അവരുമായിട്ട് പുള്ളിക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ കയറി പറഞ്ഞു കളയുന്ന ഒരു കാലമാണ്. ഹിന്ദിയിൽ സൈത്താൻ എന്ന് പറഞ്ഞ് അങ്ങനെ പരിചയിച്ച് പോയത് സാത്താന്യമായ പ്യുവർ മലയാളം പറയുകയാണെങ്കിൽ. ഞാൻ മടങ്ങി വരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സൈൻ ഐ ലവ് യു മാത്രമല്ല, ഈ സൈൻ ഇങ്ങനെയും ഒരു അർത്ഥമുണ്ടെന്ന് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ടേണിംഗ് പോയിൻ്റ് USA ഭാവിയെക്കുറിച്ച് ഞാനൊരു കൺസേൺ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട്? അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് എത്ര ഗഹനമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ചാർലി കിർക്ക് അദ്ദേഹത്തിൻ്റെ ഡോക്ട്രിൻസിൽ ഈ അടുത്ത സമയത്ത് വലിയ വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട ഒരു വ്യതിയാനം, അദ്ദേഹം ശബത്തിനെക്കുറിച്ച്, ജൂയിഷ് ശബത്തിനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഒരു പുസ്തകം എഴുതിയിട്ട് അത് പബ്ലിഷ് ചെയ്യാനുള്ള ശ്രമങ്ങളിലായിരുന്നു. ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ അദ്ദേഹം മരിച്ചു. ആ പുസ്തകം പബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡോക്ട്രിനൽ സ്റ്റാൻഡിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകുമായിരുന്നു. കാരണം പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അതിൻ്റെ ചില ഡീറ്റെയിൽസ് പറഞ്ഞു. അതായത് യഹൂദ സഭയുടെ ശബത്ത് നമ്മൾ ഫോളോ ചെയ്യണം, അതായത് ശ്രദ്ധിച്ച് കേൾക്കണം, ഞായറാഴ്ച ആരാധന ശബത്ത് ദിവസം മാറ്റണമെന്ന് സെവന്ത് ഡേക്കാരുടെ കൂട്ടല്ല അദ്ദേഹം പറഞ്ഞത്, മറിച്ച് റെസ്റ്റ് എടുക്കുന്ന ദിവസമായിട്ട് ഈ പറഞ്ഞ സാറ്റർഡേ മാറ്റണം. അദ്ദേഹം അതിന് കാരണം പറഞ്ഞു, ജൂയിഷ് റൂട്ടിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായത്. ഇവിടെ പല പ്രേക്ഷകർക്കും അറിയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ കാലത്ത് വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരുപദേശമാണ് ജൂയിഷ് റൂട്ട്സ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് യഹൂദന്മാരുടെ സഭയുമായിട്ട് ക്രിസ്തീയ സഭ ബന്ധപ്പെട്ട് നിൽക്കുന്നു, ക്രിസ്തീയ സഭയുടെ റൂട്ട് അവിടെയാണ് കിടക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് പൗള വൈറ്റ് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. ആ ഇൻ്റർവ്യൂവിൽ ആ സ്ത്രീ പറയുന്നു, പൗള വൈറ്റ് പറയുന്നു, ക്രിസ്ത്യൻസിൻ്റെ റൂട്ട് യഹൂദന്മാരിലാണ്. അപ്പോൾ നിങ്ങൾ പറയും ശരിയില്ല പാസ്റ്റർ, അത് അല്ല. ക്രിസ്തീയ സഭ പണ്ട് നമ്മുടെ വി.എ. തോമസ് സാറ്, പഴയ ദേവദാസനാണ് കേട്ടോ, മരിച്ചുപോയി, പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം, ആശയങ്ങൾ ഇന്നും ലോകം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വി.എ. തോമസ് സാറ് പണ്ട് പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു സെൻറ്റൻസ് ആയിരുന്നു, ജെറുസലേം ദേവാലയത്തിന് ചാർത്ത് വെച്ചതല്ല പുതിയ നിയമസഭ എന്ന് പറഞ്ഞാൽ ജെറുസലേം ദേവാലയത്തിൻ്റെ എക്സ്റ്റൻഷൻ അല്ല പുതിയ നിയമസഭ. പുതിയ നിയമസഭ ദൈവത്തിൻ്റെ തിരുവുള്ളത്തിൽ മറഞ്ഞു നിന്ന മർമ്മമാണ്. പഴയ നിയമ യഹൂദ സഭയുമായിട്ട് പുതിയ നിയമസഭയ്ക്ക് ഒരു ബന്ധവുമില്ല. പുതിയ നിയമസഭ മണവാട്ടിയാണ്. ഞാൻ ഡിസ്പെൻസേഷനിൽ വിശ്വസിക്കുന്നു. ഈ കാലത്ത് ജൂയിഷ് റൂട്ടൊക്കെ പറഞ്ഞിട്ട് ഡിസ്പെൻസേഷനിൽ വിശ്വസിക്കാത്ത കുറേ ദുരുപദേശക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പോള വൈറ്റും ഈ ചാർലി കിർക്കുമൊക്കെ അതിൻ്റെ പാതയിലാണ്. അമേരിക്കൻ വലതുപക്ഷം പടിപടിയായി അതിൻ്റെ പാതയിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ഇസ്രായേലിനെ അവരുടെ യുദ്ധങ്ങളിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ വികാരമുണ്ട്. ആ വികാരത്തിൻ്റെ പിന്നിൽ കത്തി നിൽക്കുന്നത് ഈ പറഞ്ഞ ജൂയിഷ് റൂട്ട് ചിന്തകളാണ്. ഇത് എത്രമാത്രം ഞാൻ പറയുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. സങ്കടമുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഇങ്ങനെയുള്ള ആഴത്തിലുള്ള സബ്ജക്റ്റുകൾ മനസ്സിലാക്കാനുള്ള ഒരു വചനപരിജ്ഞാനമില്ല. ഞാൻ നിങ്ങളെ കുറ്റം പറയുകയില്ല. നിങ്ങൾ പോകുന്ന സഭകളിൽ ഇന്ന് വചനം പഠിപ്പിക്കുന്നില്ല. അവർ ഈ പ്രോസ്പെരിറ്റിയും സൗഖ്യവും വിടുതലും പിന്നെ ഈ സ്തോത്രകാഴ്ച പിരിക്കാൻ 1 വെച്ചാൽ 10 കിട്ടും ഇട് അല്ലേ, പണ്ട് പറയുന്നല്ലോ വെയ് രാജാ വെയ്, ഈ പരിപാടിയാണ് സഭകളിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് സത്യത്തിൽ വേദപുസ്തകം നന്നായിട്ട് അറിയത്തില്ല. ഇതെൻ്റെ പ്രശ്നം. ദുരുപദേശം കണ്ടാലും ദുരുപദേശമാണെന്ന് മനസ്സിലാകത്തില്ല. ഇങ്ങനെയുള്ള ആളുകളെ ഞങ്ങളെപ്പോലുള്ളവർ അതിനെ ആ ഉപദേശത്തെ ഖണ്ഡിക്കുമ്പോൾ, വ്യക്തികളെ നമ്മൾ പരസ്യമായി ഒന്നും പറയാറില്ല, പക്ഷെ ഉപദേശങ്ങളെ ഖണ്ഡിക്കുമ്പോൾ ആളുകൾ പറയും ഇയാളെന്തോ പാസ്റ്ററാടെ, നല്ല നല്ല പാസ്റ്റർമാരെ ഇയാൾ എതിര് സംസാരിക്കുന്നു. സത്യത്തിൽ നമ്മുടെ പ്രേക്ഷകരെ കഥയറിയാതെ ആട്ടം കാണുകയാണ്. കഥയറിയണം, നന്നായിട്ട് പഠിക്കണം വേദപുസ്തകം. സങ്കടമുണ്ട് ഇങ്ങനെ വികാരഭരിതനായി സംസാരിക്കേണ്ടി വരുന്നതിൽ. നമ്മുടെ പ്രിയമുള്ള ദൈവമക്കളുടെ ആത്മീക വിഷയങ്ങളിലുള്ള അറിവില്ലായ്മ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഞാൻ പറഞ്ഞത് ചാർലി കിർക്കിൻ്റെ ഡോക്ട്രിൻസിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാനിത് ഓൾറെഡി വീഡിയോ ചെയ്തതാണ് കേട്ടോ. ചാർലി കിർക്കിൻ്റെ മറിയം ഭക്തി, ചാർലി കിർക്കിൻ്റെ ശബത്തിൻ്റെ വിഷയം, ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വിശകലനം ചെയ്തൊരു വീഡിയോ ചെയ്തത്. ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ചാർലി കിർക്കിനെ ശബത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മറിയം ഭക്തിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ഇത്രയുമേ ഉള്ളൂ, മറിയത്തെ
റെസ്പെക്റ്റ് ചെയ്യണം. അത് നമ്മളെല്ലാവരും ചെയ്യുന്നു. മറിയത്തെ ആരാധിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാൻ പറ്റുകയില്ലായിരുന്നു. അപ്പോൾ ചാർലി കിർക്കിൻ്റെ ഡോക്ടറിന് ഇത്രയും മാത്രമാണ് പ്രശ്നം അല്ല, അല്പം കൂടെ പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. അതായത് ടേണിംഗ് പോയിൻ്റ് USA ഭാവി എന്താകുമെന്ന് ഞാൻ ആശങ്കയോടുകൂടെ ചിന്തിക്കുന്നത്. ചാർലി കിർക്കിൻ്റെ ഭാര്യ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ടും അവരിന്നും അറിയപ്പെടുന്നത് ഒരു പ്രാക്ടീസിങ് കാത്തലിക്കായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതിനെന്താ പ്രശ്നം? അതിന് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പ്രശ്നം ടേണിംഗ് പോയിൻ്റ് USA ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു ബിഷപ്പ്, അമേരിക്കയിലെ ഒരു ബിഷപ്പ് അവകാശപ്പെട്ടു കഴിഞ്ഞ ഇടയിൽ ചാർലി കിർക്കുമായിട്ടുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ചാർലി കിർക്ക് പറഞ്ഞു താൻ കാത്തലിക് ചർച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണ്. അതായത് ഇന്ന് വരെ ചാർലി കിർക്ക് അറിഞ്ഞിരുന്നത് ഒരു ഇവാഞ്ചലിക്കൽ, ഒരു പെൻറ്റിക്കോസ്റ്റൽ ഡോക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന വ്യക്തിയായിട്ടാണ്. അദ്ദേഹം മെമ്പർഷിപ്പുള്ള അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്ന ആ കാൽവറി ആ ചർച്ച് പെൻറ്റിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടുള്ള ചർച്ചാണ്, ഇവാഞ്ചലിക്കൽ സഭയായിട്ട് അറിയപ്പെടുന്നെങ്കിലും. അപ്പോൾ ചാർലി കിർക്കിൻ്റെ ഡോക്ടറിന് ഇന്ന് വരെ ഈ പറഞ്ഞ ഇവാഞ്ചലിക്കൽ ഡോക്ടറിനാണ്, അതായത് അമേരിക്കൻ ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ചാർലി കിർക്ക് നിന്നിട്ടുള്ളത്. ടേണിംഗ് പോയിൻ്റ് USA അതുകൊണ്ട് തന്നെ തിയോളജിക്കലി ബേസ് ചെയ്തിരിക്കുന്നത് ഇവാഞ്ചലിക്കൽ ഒരു ആശയത്തിലാണ്. പക്ഷേ ആ ബിഷപ്പ് പറയുന്നു ചാർലി കിർക്ക് കാത്തലിക് ചർച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഈ മറിയത്തെക്കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയൊക്കെ ഒരു വ്യത്യസ്തമാകുന്ന ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാകുന്നത്. ഇനി ചാർലി കിർക്കിൻ്റെ ഭാര്യ ഇത്രയും നാളായിട്ടും അവർ ഇവാഞ്ചലിക്കൽ ഫെയ്ത്തിലേക്ക് ഭർത്താവിൻ്റെ കൂടെ വരാതെ അവർ രണ്ടുപേരും രണ്ട് ഫെയ്ത്തിൽ നിൽക്കുകയാണ്. ഇത് എത്ര പേർക്കറിയാം? അവരിന്നും പ്രാക്ടീസിങ് കാത്തലിക് ആണെന്നാണ് അവരുടെ ലോക്കൽ ചർച്ച്, അവർ അറ്റൻഡ് ചെയ്യുന്ന ചർച്ച് കാത്തലിക് ചർച്ച് എന്നുള്ളത് ഇന്ന് മീഡിയ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആശയപരമായിട്ട് രണ്ട് വിധത്തിലാണ് ഇവർ നിന്നിരുന്നത്. ചാർലി കിർക്കിൻ്റെ ഭാര്യയുടെ സ്വാധീനം കൊണ്ടാണ് അദ്ദേഹം കാത്തലിക് ചർച്ചിലേക്ക് മൂവ് ചെയ്യാൻ താല്പര്യപ്പെട്ടതെന്നും എന്ന് ചില കാത്തലിക്സ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പ്രൊട്ടസ്റ്റൻ്റുകാരനായിട്ടും ഇവാഞ്ചലിക്കലായിട്ടും ചാർലി കിർക്കിന് കാത്തലിക് ചർച്ചിൽ നിന്ന് ഇത്രയും സപ്പോർട്ട് കിട്ടാനുള്ള കാരണം എന്താ? കാത്തലിക് ചർച്ച് അകമഴിഞ്ഞ് ചാർലി കിർക്കിൻ്റെ മരണശേഷം അദ്ദേഹത്തെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും വീഡിയോകൾ ചെയ്യാൻ കാരണം എന്താ? അദ്ദേഹത്തിന് ഒരു കാത്തലിക് ചായ്വ് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ എറിക്ക കിർക്ക് ഒരു കാത്തലിക് വിശ്വാസിയാണെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ സപ്പോർട്ട് ചെയ്തത്. ഞാൻ ഡിനോമിനേഷൻസിനെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ വൈരാഗ്യം പറയാൻ വേണ്ടിയോ ഒന്നുമല്ല പ്രിയമുള്ളവർ ഇത് പറയുന്നത്. ടേണിംഗ് പോയിൻ്റ് USA ഒരു ഇവാഞ്ചലിക്കൽ ഫൗണ്ടേഷനിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം, എറിക്ക കിർക്ക് എന്ന് പറയുന്ന പ്രാക്ടീസിങ് കാത്തലിക്ക് അതിൻ്റെ നേതൃത്വത്തിൽ വരുമ്പോൾ ഇനിയും ടേണിംഗ് പോയിൻ്റ് USA ഏത് വിധത്തിൽ അതിൻ്റെ തിയോളജിക്കൽ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യും. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ടേണിംഗ് പോയിൻ്റ് USAക്ക് നല്ല വചനത്തിൽ തിയോളജിയിൽ അറിവുള്ള ദൈവദാസന്മാരുടെ നേതൃത്വം ആവശ്യമാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ പിന്നെയും പറയുന്നു, ടേണിംഗ് പോയിൻ്റ് USA ഹൈജാക്ക് ചെയ്യപ്പെടും. ഹൈജാക്ക് ചെയ്യപ്പെടാൻ ഒരു കാരണം കൂടെ ഉണ്ട്. എന്താ കാരണം എന്നറിയാമോ? ചാർലി കിർക്കായിരുന്നു ഈ പറഞ്ഞ വലതുപക്ഷ പാർട്ടികളുടെ ഒരു മസിഹായായിട്ട് കഴിഞ്ഞ നാളുകളിൽ വർത്തിച്ചിരുന്നത്. ഇപ്പോൾ അത് എറിക്ക കിർക്കായിരിക്കുന്നു. വലതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിയിണക്കുവാൻ കിട്ടുന്ന പുതിയ മസിഹയാണ് എറിക്ക കിർക്ക്. അപ്പം ഞാൻ ബേസിക്കലി മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കുന്നതിന് എതിരാണ്. ഞാൻ മാത്രമല്ല, ചാർലി കിർക്കും അങ്ങനെയായിരുന്നു. ചാർലി കിർക്ക് ടേണിംഗ് പോയിൻ്റ് USA തുടങ്ങിയപ്പോൾ സെക്കുലറായിരുന്നു, മതവും രാഷ്ട്രീയവും ബന്ധപ്പെടാൻ പാടില്ലെന്ന് പഠിപ്പിച്ച ആളാണ്. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? മതത്തിൻ്റെ വക്താവായി രാഷ്ട്രീയക്കാരനായി മാറി. അതിനൊക്കെ ഒത്തിരി കാരണങ്ങളുണ്ട്. ടേണിംഗ് പോയിൻ്റ് USAയുടെ വളർച്ചയുടെ രഹസ്യം അതാണ്. ഇന്ത്യയിലൊക്കെ ചില ബാബാമാരെ സ്റ്റേറ്റ് സപ്പോർട്ട് ചെയ്ത് വളർത്താറില്ലേ? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്. ഇതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടോടുകൂടെ വളർന്ന, അല്ലെങ്കിൽ ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ സപ്പോർട്ടോടുകൂടെ വളർന്ന ഒരു പ്രസ്ഥാനമാണ് ടേണിംഗ് പോയിൻ്റ് USA. ചാർലി കിർക്ക് നാളെ ഇനി സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു പ്രവചനം പോലെ നിങ്ങൾ എഴുതിയിട്ടോ. ചാർലി കിർക്കിൻ്റെ മരണനിമിത്തം പൊളിറ്റിക്കൽ പാർട്ടികൾ അതിനെ മുതലെടുക്കുന്നു, അതവിടെ നിൽക്കട്ടെ. പക്ഷേ സാമാന്യ ജനത്തിനിടയിൽ ഒരു നവോത്ഥാനം, ഒരു നവീകരണം, ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. ഈ ഉണർവ് പക്ഷേ സങ്കടം എന്ന് പറയട്ടെ, സ്റ്റേറ്റ് സ്പോൺസേഡ് ഉണർവാണ്, ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഉണർവ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, നല്ലതല്ലേ പാസ്റ്ററെ? അല്ല. ലോക ചരിത്രം പഠിച്ചാൽ, ഐ എം എ സ്റ്റുഡൻറ്റ് ഓഫ് റിവൈവൽ, ഉണർവിൻ്റെ ചരിത്രം ദീർഘവർഷങ്ങളായി പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ലോകത്തിൽ എവിടെയൊക്കെ ഉണർവുണ്ടായിട്ടുണ്ടോ ആ ഉണർവിനെക്കുറിച്ച്
കിട്ടാവുന്നിടത്തോളം ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതെൻ്റെ മെയിൻ സബ്ജക്റ്റാണ്. ഞാൻ പഠിച്ച ചരിത്രത്തിൻ്റെ പാഠത്തിൽ നിന്ന് പറയാം, എവിടെയൊക്കെ ഉണർവിനെ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ടോ ആ ഉണർവുകളെ ആ പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഗവൺമെൻറ് ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയും അത് സംഭവിക്കും. എന്തുകൊണ്ട് സംഭവിക്കും? എവിടെയൊക്കെ ഉണർവുണ്ടായാലും വേർപാടിൻ്റെ നടിച്ചുവരിനെ അതിടിക്കും. വേർപാടിൻ്റെ നടിച്ചുവരെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വേദപുസ്തകത്തിലെ ഒരു പ്രയോഗമാണ്, ക്രിസ്തു നിമിത്തം ഒന്നാകുക എന്ന ആശയം. റിവൈവൽ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അത്ര വരമ്പുകൾ മാറി ജനം ഒന്നിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റേറ്റോ പാർട്ടിയോ സ്പോൺസർ ചെയ്യുന്ന റിവൈവൽ, അവരുടെ കസ്റ്റഡിയിൽ വെക്കുന്ന റിവൈവൽ ഒരു കൂട്ടത്തെ ഈ റിവൈവലിൻ്റെ ബദ്ധശത്രുക്കളൊക്കെ മാറ്റും. വേർപാടിൻ്റെ നടിച്ചുവര് ഇടിയുകയല്ല, വലിയ മതിൽക്കെട്ടുകൾ ഇടയ്ക്ക് വളരും. ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ചാർലി കിർക്കിൻ്റെ മരണത്തിലൂടെ ഉണ്ടായ റിവൈവൽ അതൊരു നല്ല റിവൈവലായി മുൻപോട്ട് പോയാൽ ലിബറൽസും വലതുപക്ഷക്കാരും എല്ലാം ഒരു കുടക്കീഴിൽ യേശുവിൻ്റെ സ്നേഹമറിയും. അത് ശരിയായ റിവൈവൽ. പക്ഷെ അങ്ങനെ അറിയാതെ വലതുപക്ഷ രാഷ്ട്രീയത്തെ മുന്നിട്ട് നിർത്തുന്ന ഒരു റിവൈവലായിട്ട് ചാർലി കിർക്കിൻ്റെ മരണം അത് തീർന്നാൽ ചാർലി കിർക്കിൻ്റെ മരണം വേസ്റ്റായി പോകുന്നു. ആ മാട്ടിടം, ആ രക്തസാക്ഷിത്വം വേസ്റ്റായി പോകുന്നു. അത് നിമിത്തമുണ്ടാകുന്ന ഉണർവിനെ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്കൽ ആശയങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നു. മറുഭാഗത്ത് ഒരു വലിയ മതിൽക്കെട്ടിൻ്റെ അപ്പുറത്ത് തീവ്ര ആശയങ്ങളുള്ള ഒരു ഇടതുപക്ഷം അപ്പുറത്ത് ശക്തമായി ഉയർന്നു വരും. ഇതൊക്കെയാണ് ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉണർവിൻ്റെ ചരിത്രം പഠിച്ചിട്ടുണ്ട്. എല്ലാ ഉണർവിനെ ഹൈജാക്ക് ചെയ്യുവാൻ സാത്താൻ ഉപയോഗിച്ച ചില തന്ത്രങ്ങളുണ്ട്. എല്ലാ ഉണർവിനെയും, ലോകചരിത്രത്തിലെ ഉണർവിൻ്റെ ചരിത്രങ്ങൾ പഠിച്ചു നോക്കുക. കുറേ കാലം കഴിഞ്ഞപ്പോൾ അതിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി. അസൂസ സ്ട്രീറ്റ് റിവൈവൽ, വില്യം ജെ സെയ്മൂറിൻ്റെ ഉണർവിനെ സാത്താൻ ഹൈജാക്ക് ചെയ്തു. അതിനുപയോഗിച്ചത് 2 സ്ത്രീകളെയാണ്. അദ്ദേഹത്തിൻ്റെ ടീമിലുണ്ടായിരുന്ന 2 സ്ത്രീകളെ തമ്മിലടുപ്പിച്ചു. 2 പേർക്കും അദ്ദേഹത്തെ വിവാഹം കഴിക്കണം. ചരിത്രം നിങ്ങൾ പഠിക്കണം. അവസാനം വില്യം ജെ സെയ്മൂറിനെ വഴിയിലടക്കി അസൂസ സ്ട്രീറ്റ് റിവൈവലിനെ കെടുത്തി. നിങ്ങൾക്കറിയാമോ, ഇവാൻ റോബർട്ട്സ്, വെയിൽസിലെ ഉണർവ്, ഇവാൻ റോബർട്ട്സിനെ, ആ ഉണർവിനെ സാത്താൻ ഹൈജാക്ക് ചെയ്യാൻ ഉപയോഗിച്ചത് ഒരു സ്ത്രീയെയാണ്. ഇവാൻ റോബർട്ട്സിനെ ആ സ്ത്രീ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒളിവിൽ പാർപ്പിച്ചു. ആ മനുഷ്യനെ വെച്ച് മുതലെടുത്തു. അദ്ദേഹത്തെ കൊണ്ട് പുസ്തകങ്ങൾ എഴുതിച്ച് അതുകൊണ്ട് പണമുണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ സ്ത്രീയുടെ ഒരു സ്വാധീനത്തിൽ ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന ആ ഒരു ഉണർവിൻ്റെ ജാല കെട്ടടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഉണർവിൻ്റെ ചരിത്രങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കൊരു ഭയമുണ്ട്. ഈ പറഞ്ഞ ടേണിംഗ് പോയിൻ്റ് USA ആ മോമെൻ്റ് ഇന്ന് പ്രാപിക്കുന്ന ശക്തി, ചാർലി കിർക്കിൻ്റെ മരണത്തിലൂടെയുണ്ടായ ഉണർവിനെ സാത്താൻ ഹൈജാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്നത് ഒരു കാരണമായി തീരാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ അസൂസ സ്ട്രീറ്റ് ഉണർവിനെയോ ഇവാൻ റോബർട്ട്സിനെ കെടുത്താൻ ഉപയോഗിച്ചതുപോലെ ഏതെങ്കിലും ഇസബേലിൻ്റെ ആത്മാവുമായി ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു പ്രവചനം പോലെ ഞാൻ പറയുകയാണ്. അതായത് ഈ ഉണർവിനെ നാളെ ശത്രു പിശാച് ഹൈജാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു ചെറിയ വീഡിയോ ക്ലിപ്പോട് കാണിക്കാം. ഇതാർക്ക് വേണ്ടിയാണ്? ഇങ്ങനെയുള്ള സൈൻ ലാംഗ്വേജ് നമ്മുടെ ഇടയിൽ തന്നെ കാണിക്കുന്ന പ്രിയമുള്ളവർക്ക് വേണ്ടി. ഇനിയും ദയവായിട്ട് നിങ്ങളിത് കാണിക്കരുത് എന്ന ഒരു അവയർനെസ് നൽകുവാൻ സതുദ്ദേശത്തോടു കൂടെ കാണിക്കുകയാണ് എൻ്റെ ഒരു പഴയ വീഡിയോയുടെ ചെറിയ ഭാഗം. ദൈവം എല്ലാവരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഈ സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നതിനല്ലേ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. സംസാരിക്കാൻ പറ്റാത്തവർക്ക് സയൻസിലൂടെ സംസാരിക്കാൻ പറ്റും. ഇതുപോലെ സാത്താൻ സഭക്കാർ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് സൈൻ ലാംഗ്വേജിലൂടെയാണ്. ഞാൻ ചില ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കാം, നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് ചിന്തിക്കുന്നു. ഇതൊക്കെ പോപ്പുലറായിട്ടുള്ള ചില സയൻസാണ്. ഒത്തിരി ഈ സാധാന്യമായ സയൻസ് ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചെറുപ്പക്കാരൊക്കെ ഈ 2 വിരൽ, അതായത് ഒരു കൈയുടെ, ഞാൻ ആ രൂപം കാണിക്കുന്നില്ല, കൈയുടെ 2 വിരലുകൾ, നടുക്കത്തെ 2 വിരലുകൾ വളച്ചു പിടിച്ച് ബാക്കി 2 വിരലുകൾ മുകളിലേക്ക് ഉയർത്തി കാണിക്കുന്ന ഒരു യോയോ എന്ന് പറയുന്ന ഒരു ചിഹ്നം. ഇത് വളരെ പ്യുവറായിട്ട് ഒരു സൈത്താനിക് ഒരു സൈനാണ്. ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു സൈത്താനിക് സൈനാണ്. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴൊക്കെ ഈ യോയോ സിമ്പിളാണ് കാണിക്കുന്നത്. നമ്മുടെ ബന്ധക്കോസുകാർ പിള്ളേർ പോലും ഇത് കാണിച്ചിട്ടുണ്ട്. ഇതിനെ സൈത്താനിക് ഹോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഡെവിൾസ് ഹോൺസ് അല്ലെങ്കിൽ എൽ ഡയബോളോ എന്നാണ് ഈ ചിഹ്നത്തിന് അറിയപ്പെടുന്നത്. സാത്താൻ്റെ കൊമ്പെന്നാണ് ഇത് അറിയപ്പെടുന്നത്.
ഞാൻ പറഞ്ഞില്ല, പെന്തക്കോസ്തുകാരെന്ന് മാത്രമല്ല, പാസ്റ്റർമാർ പോലും ചിലപ്പോൾ സ്റ്റേജിൽ നിന്നുകൊണ്ട് യോയോ ചിഹ്നം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന ചിത്രം, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഞാൻ സൂം ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ ചിത്രം ഒരു പാസ്റ്ററുടെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിൻ്റെതായി വന്ന ചിത്രത്തിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് എടുത്തതാണ്. അദ്ദേഹം സ്റ്റേജിൽ നിന്നുകൊണ്ട് ആളുകളെ അനുഗ്രഹിക്കുക. എന്താ കാണിച്ചിരിക്കുന്നത്? പ്യുവറായിട്ട് യോയോ സിമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. പാസ്റ്റർ അറിഞ്ഞുകൊണ്ടാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പിള്ളേരെയൊക്കെ ഒന്ന് ഇളക്കണമെങ്കിൽ ഈ കാലത്ത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരെയൊക്കെ പാസ്റ്ററും ഒരു നൂജൻ പാസ്റ്ററാണെന്ന് തെളിയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ കാണിച്ചേ മതിയാകത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ മനസ്സിന് തോന്നിക്കാണും. അതെന്താണെന്നറിയാതെ അദ്ദേഹം കൈ ഉയർത്തി കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ മാറ്റിയിട്ട്, എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖം പബ്ലിഷ് ചെയ്യുക എന്നുള്ളതല്ല ലക്ഷ്യം. അറിയാതെയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ നമ്മൾ കാണിക്കുവാൻ പാടില്ല. ഇത് സൈൻ ലാംഗ്വേജാണ്, ഇതിനകത്തൊക്കെ മീനിങ് ഉണ്ട്. ഈ ഒരു വിരലുകൾ ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോൾ സാത്താനെ സ്തുതിക്കുന്ന ഒരു ആക്ഷനാണെന്നുള്ളത് നമ്മൾ മറന്നുപോയില്ല. പണ്ടൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള മറ്റൊരു ചിഹ്നമായിരുന്നു വി ഫോർ വിക്ടറി എന്ന് പറയുന്ന ഒരു ചിഹ്നം. 2 വിരലുകൾ ഉയർത്തി കാണിച്ചിട്ട് വി കാണിക്കുന്ന ഒരു ചിഹ്നം. സത്യത്തിൽ അതിൻ്റെ പിന്നിലും സൈറ്റാനിക്കായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പലർക്കും അറിയത്തില്ലായിരുന്നു. വിൻസ്റ്റൺ ചർച്ചിലാണ് ഈ ഒരു ചിഹ്നത്തെ പോപ്പുലറാക്കിയത്. 2ാം ലോക മഹായുദ്ധകാലത്ത് നമ്മൾ ജയിക്കുമെന്ന അർത്ഥത്തിൽ പട്ടാളക്കാരെ അദ്ദേഹം 2 വിരലുകൾ ഉയർത്തി വി ഫോർ വിക്ടറി കാണിച്ച് അങ്ങനെയാണ് ആ ചിഹ്നം വിക്ടറിയുടെ ഒരു അടയാളമായി മാറിയത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ ഫ്രീ മാഷൻസിൻ്റെ ഒക്കെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ചിഹ്നമായിരുന്നു ഈ വി ഫോർ വിക്ടറി എന്നുള്ള ആ 2 വിരൽ ഉയർത്തി കാണിക്കുന്നത്. പക്ഷേ അവരതിനെ അർത്ഥമാക്കിയത് വി ഫോർ വിക്ടറി അല്ല, അത് ഈ വി എന്നുള്ള ആ ഒരു ഷേപ്പ് ഈ റോമൻ സംഖ്യകളിൽ 5 എന്ന് പറയുന്ന നമ്പറിനെ കാണിക്കുന്നതാണ്. അപ്പോൾ 5 എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുമ്പോൾ അത് പെൻറ്റഗൺ, സൈറ്റാനിക് പെൻറ്റഗൺ എന്ന് പറയും. 5 അഗ്രങ്ങളുള്ള, 5 ആംസുള്ള, 5 കൈകളുള്ള ആ ഒരു നക്ഷത്രം, സൈത്താനിക് നക്ഷത്രമുണ്ട്, തലകീഴായിട്ടുള്ള ഒരു നക്ഷത്രം. ആ നക്ഷത്രത്തെ കാണിക്കുന്നതാണ് ഈ വി എന്ന് പറയുന്ന 5 എന്നാണ് ഈ വിൻസ്റ്റൺ ചർച്ചിൽ ഇതിനെ പോപ്പുലറാക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പണ്ടൊക്കെ വി കാണിക്കുമായിരുന്നു, ഇപ്പോൾ വി മാറ്റിയിട്ട് യോയോ സിമ്പിൾ കാണിക്കുന്നു. അതുപോലെ തന്നെ ഈ കാണുന്ന ചിത്രം, അതായത് മോൺസ്റ്റർ എനർജി എന്ന് പറയുന്ന ആ ഒരു എനർജി ഡ്രിങ്കിൻ്റെ ഒക്കെ പുറത്ത് ഏതോ ഒരു വന്യമൃഗം ഇങ്ങനെ വിരലുകൊണ്ട് മാന്തിയതുപോലെ, നഖം കൊണ്ട് മാന്തിയതുപോലെയുള്ള ഒരു പാടുണ്ട്. ബീസ്റ്റ് എന്നൊക്കെ പറയാം അല്ലേ, അല്ലെങ്കിൽ മോൺസ്റ്റർ എനർജി. അപ്പോൾ മോൺസ്റ്റർ മാന്തിയതാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ സത്യത്തിൽ ഇതെന്താണെന്നറിയാമോ? ഇത് 666 ആണ്. അതായത് ഹീബ്രു ന്യൂമറൽസിൽ 6 എന്നുള്ളത് എഴുതുന്ന ആ രൂപമാണ് 3 വരയായിട്ടിട്ടിരിക്കുന്നത്. 666 എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ എത്രയോ നമ്മൾ അറിയാതെ തന്നെ എത്രയോ സാത്താന്യമായ സിമ്പിൾസ് പ്രചാരത്തിലുണ്ടെന്ന് അറിയാമോ? ഈ ചില കമ്പനികളൊക്കെ സാത്താന്യമായ സിമ്പിൾസിനെ അവരുടെ പരസ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഒരു ഞാൻ കണ്ടിട്ടുള്ള ഒരു പരസ്യം, അതിനകത്ത് അവൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യമാണ്. അവൻ വരുന്നു, ആരാ വരുന്നത്? പിന്നെ ഒരു കൊമ്പൊക്കെ ഉള്ളൊരു ചെകുത്താനെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് അവർ വെച്ചിരിക്കുന്ന വില 666. അപ്പോൾ 666 അവൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സാത്താൻ്റെ മുഖമൊക്കെ കാണിച്ചിട്ട് അവർ ആ പരസ്യം കൊടുക്കുകയാണ്. ഇൻ്റർനെറ്റ് കമ്പനിയുടെ പരസ്യമാണ് കേട്ടോ. അന്നത്തെ കാലത്ത് ഈ സിഫി എന്ന് പറയുന്ന ഒരു നെറ്റ് പ്രൊവൈഡർ ഉണ്ടായിരുന്നു, അവരുടെ ഒരു പരസ്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ സാത്താനെ കൂട്ടുപിടിച്ച് ഈ പറഞ്ഞതുപോലെ തെറ്റായ ഒരു തിന്മയുടെ മാർഗത്തെ കൂട്ടുപിടിച്ച് ജയിക്കുവാൻ ആഗ്രഹിക്കുന്ന, വളരുവാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകൾ, സിനിമാക്കാർ, പാട്ടുകാർ, ഇവരൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. അവരൊക്കെ കൂടിയാണ് ഇത്തരം തിന്മകളെ നമ്മുടെ സമൂഹത്തിൽ പരത്തുന്നത്. ഞാൻ കുറേ സയൻസ് ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ് പറഞ്ഞത്. സൈത്താനിക് ഹോൺ, അതുപോലെ ഈ പറഞ്ഞ മോൺസ്റ്ററിൻ്റെ അടയാളം, യോയോ സിമ്പൽ, ഈ മനുഷ്യൻ കണ്ടില്ലേ കണ്ണ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ വട്ടം പിടിച്ചിരിക്കുന്ന ഒരു അടയാളം, ഇത് 666 ആണ്. ആ റൗണ്ട് പിടിച്ചിരിക്കുന്ന ഭുജവും 3 വിരലുകൾ ഉയർന്നിരിക്കുന്നതും ഓരോന്നും ഓരോ 6ആയിട്ടാണ് അവർ സങ്കല്പിക്കുന്നത്. അങ്ങനെ ഒത്തിരി സൈത്താനിക് സിമ്പിൾസ് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ അറിയാതെ തന്നെ ചില ചിത്രങ്ങളിലൂടെ, ചില പദങ്ങളിലൂടെ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ ഇതിന് സ്ഥാനം പിടിക്കുവാനാണ് സാത്താന്യമാകുന്ന ആരാധനയെ പിന്തുണയ്ക്കുന്നവർ ശ്രമിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. എന്നാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.